ഇപ്പൊ ചില നടിമാരൊക്കെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അവർ വന്ന പോലെ ആയിരിക്കില്ല ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജോ ലൈനൊക്കെ ഭയങ്കരമായിട്ട് ഷാർപ്പ് ചെയ്തിട്ടുണ്ടാവും. പല നടിമാരും ഇപ്പൊ കാഴ്ചയിൽ തന്നെ ഭയങ്കര സിമിലർ ആയിരിക്കും. അതൊക്കെ ഇവര് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എവിഡന്റ് ആണ്. അത് ബോട്ടോക്സ് ആണോ ചെയ്യുന്നത്? അത് ജോ ലൈൻ ജോ ലൈൻ കറക്ഷൻ ക്യാൻ ബി ഡിഫറെൻറ്റ് തിങ്സ്. ഇപ്പം ഒരു യങ് ഫീമെയിൽ, ഒരു 25-30 ഉള്ള ഏജിലൊക്കെ ഉള്ള ഒരു ഫീമെയിൽ പേഷ്യൻ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ഇറ്റ്സ് വെരി ഗുഡ് ക്വാളിറ്റി. ഇപ്പം ഫോറിനേഴ്സിൻ്റെ സ്കിൻ പോലെയല്ല, നമ്മൾ 30 ആണെങ്കിലും നമ്മുടെ സ്കിൻ ലുക്സ് സ്റ്റിൽ ഫാർ ബെറ്റർ. അപ്പോൾ വി ഇനീഷ്യൽ ഏജസിൽ വാട്ട് വി യൂഷ്വലി അഡ്വൈസ് ഇസ് നോൺ സർജിക്കൽ. ഓക്കെ. ദാറ്റ് ക്യാൻ ബി ഫില്ലേഴ്സ്. ചിലപ്പോൾ ഈ മസിൽ ഉണ്ടല്ലോ, ഈ മസിൽ ഇസ് വെരി ടൈറ്റ് ആൻഡ് വെരി ബിഗ് ഫോർ സം പീപ്പിൾ. അപ്പോൾ ഇവിടുത്തെ ഈ ജോ ലൈൻ ഡസൻ ലുക്ക് വെരി നൈസ്. അപ്പോൾ ഈ മസിലിനെ റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടി വി ക്യാൻ ഗീവ് ബോട്ടോക്സ്. പിന്നെ ഫില്ലർ ഇഞ്ചെക്ഷൻസ്, പിന്നെ ലൈപ്പോസക്ഷൻ വി ഡു. അതായത് ഇവിടുത്തെ ഫാറ്റ് എടുത്ത് മാറ്റി വി ട്രൈ ടു ഡിഫൈൻ ദാറ്റ്. ഓക്കെ. പിന്നെ ദർ ആർ സം ത്രെഡ് ലിഫ്റ്റ്സ്. These are also like temporary. But ഓക്കെ. പിന്നെ then laser tightening, ultrasound tightening, ഇങ്ങനത്തെ ഡേ കെയർ പ്രൊസീജേഴ്സ് ലൈക്ക് OPD procedures. You come, you do and you go. ഓക്കെ. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ. പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു മിഡിൽ ഏജ്, ഒരു ഹയർ ഏജ് 50 ഒക്കെ ആയി, അപ്പോൾ കുറച്ച് തൂങ്ങിയെന്ന്, കുറച്ചുകൂടെ ഹെവി ഫേസ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ യു വിൽ നീഡ് എ ഫേസ് ലിഫ്റ്റ് തന്നെ വേണ്ടി വരും. അതായത് വി കറക്റ്റ് ദ സ്കിൻ ആസ് വെൽ ആസ് എ ഫേസ് ആൻഡ് ഡു എ പ്രോപ്പർ സർജറി. ഓക്കെ. അപ്പം ഏർലി ഏജസിൽ വി ക്യാൻ ഡു വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് നോൺ സർജിക്കൽ തിങ്സ്. ഓക്കെ.